ഹലോ, ഞാൻ റിജോസിന്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ദ പേഴ്സൺ CCT മാനുവൽ 2024 എന്ന ഈ ബുക്കിനെ കുറിച്ചുള്ള വീഡിയോസ്. അപ്പം നമ്മൾ ഫസ്റ്റ് തന്നെ പറയുന്നത് ഈ ബുക്കിലെ പ്രധാനപ്പെട്ട കാര്യം സിലബസ്, അതുപോലെ തന്നെ വീഡിയോ റിലേറ്റഡ് ആയിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കും. അപ്പം ദയവേത് ചെക്ക് ചെയ്ത് നോക്കണം. ലാസ്റ്റ് ഭാഗത്ത് നമ്മൾ ഒരിക്കൽ കൂടി പറയും. ഇനി നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. അപ്പം നമ്മൾ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്ന CCT പേപ്പർ 1 ജനറൽ സ്റ്റഡീസിൽ ചാപ്റ്റർ 9 ഷോർട്ട് നോട്ട്സ്. അതിൽ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ ടോപ്പിക്സ് ആണ് നമ്മൾ പറയുന്നത്. ഗ്ലോബൽ ക്ലൈമറ്റ് ചേഞ്ച്, അവർ ഡൈനാമിക് ക്ലൈമറ്റ്, കറന്റ് ആൻഡ് ഫ്യൂച്ചർ ട്രെൻഡ്സ് ആൻഡ് ഇമ്പാക്ട്സ്, റെസ്പോണ്ടിങ് ടു ക്ലൈമറ്റ് ചേഞ്ച്, ക്രോണോളജി ഓഫ് എൻവയോൺമെന്റൽ മൂവ്മെന്റ്. ഇതാണ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ് നിർത്തിയേക്കുന്നത്. ഇത് വരുന്നത് ഇക്കോളജി ആൻഡ് ബയോഡൈവേഴ്സിറ്റി ഷോർട്ട് നോട്ട്സിലാണ് ഇതൊക്കെ നമ്മൾ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞ 1988 നമ്മൾ തുടങ്ങിയിരുന്നു. അപ്പോൾ തുടങ്ങിയപ്പോൾ തന്നെ ക്യാമറയുടെ ക്ലാരിറ്റി പോയി. അപ്പോൾ ക്ലാരിറ്റി പോയാണ്ടാണ് നമ്മൾ വീഡിയോ അവസാനിപ്പിച്ചത്. അല്ലെങ്കിൽ നമ്മൾ കുറേ ടോപ്പിക്സ് ആ വീഡിയോയിൽ ചെയ്യാൻ പറ്റുമായിരുന്നു. എന്ന് വെച്ചാൽ ഇതിന് മുന്നേ ചെയ്ത വീഡിയോനെ കുറിച്ചായിട്ട് നമ്മൾ പറഞ്ഞത്. ഇപ്പം ഈ പറഞ്ഞ ടോപ്പിക്സ് ഒക്കെ പറഞ്ഞ വീഡിയോ. അപ്പം നമ്മൾ ഇത് തന്നെ തുടങ്ങിയാണ് വീണ്ടും. 1988 ആണ് നമ്മൾ പറയാൻ പോകുന്നത്. 1988 എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് UN ഇന്റർഗവൺമെന്റൽ പാനൽ ഓൺ ക്ലൈമറ്റ് ചേഞ്ച് ബ്രാക്കറ്റിൽ IPCC. യൂറോപ്യൻ കമ്മ്യൂണിറ്റി അഗ്രീസ് ടു കട്ട് എമിഷൻസ് ഫ്രം ലാർജ് പവർ സ്റ്റേഷൻസ് ബൈ 2003. 1988 എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് UN ഇന്റർഗവൺമെന്റൽ പാനൽ ഓൺ ക്ലൈമറ്റ് ചേഞ്ച് ബ്രാക്കറ്റിൽ IPCC. യൂറോപ്യൻ കമ്മ്യൂണിറ്റി അഗ്രീസ് ടു കട്ട് എമിഷൻസ് ഫ്രം large power stations by 2003. Sofia Protocol concerning the control of emissions of nitrogen oxides, etc. Sofia Protocol concerning the control of emissions of nitrogen oxides, etc. ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ടോപ്പിക് ഒന്നുകൂടി പറയുന്നു. ക്രോണോളജി ഓഫ് എൻവയോൺമെന്റ് മൂവ്മെന്റിലെ 1988 ആണ് നമ്മൾ പറഞ്ഞത്. ഇനി അടുത്ത പറയാനുള്ളത് 1989. 1989 പറയണേക്ക് മുന്നേ ഒരു വാക്ക് സ്പെല്ലിംഗ് മിസ്റ്റേക്കിന്റെ ക്ഷമിക്കുക ഈ വിഭാഗത്തിൽ ദയവേത്. അപ്പൊ നമുക്ക് പറയാം 1989. Exxon Valdez ran aground and released 11 million gallons of crude oil into Prince William Sound, Alaska. 250,000 seabirds as well as sea otters and other animals were killed. Exxon Valdez ran aground and released 11 million gallons of crude oil into Prince William Sound, Alaska. 250,000 seabirds as well as sea otters and other animals were killed. Basel Convention on the Control of Transboundary Movements of Hazardous Wastes. Basel Convention on the Control of Transboundary Movements of Hazardous Wastes. 1990 Ban on the international trade in ivory came into effect. 1991 World Conservation Strategy for the 1990s bracketly IUCN UNEP WWF. Protocol to the Antarctic Treaty was concluded, designating Antarctica as a natural reserve and prohibiting all mineral extraction. 1992 United Nations Conference on Environment and Development bracketly UNCED, also known as the Rio Earth Summit. It established a Sustainable Development Commission and produced the Rio Declaration, Agenda 21 and Convention in Climate Change and Biodiversity. 1992 United Nations Conference on Environment and Development bracketly UNCED, also known as the Rio Earth Summit. It established a Sustainable Development Commission and produced the Rio Declaration, Agenda 21 and Convention in Climate Change and Biodiversity. 1992 United Nations Conference on Environment and Development bracketly UNCED, also known as the Rio Earth Summit. It established a Sustainable Development Commission and produced the Rio Declaration, Agenda 21 and Convention in Climate Change
and Biodiversity. 1996 Comprehensive Nuclear Test Ban Treaty. French Test Nuclear Weapons in Pacific. 1997 Kyoto Conference on Climate Change formulated the Kyoto Protocol, committing industrial nations to reduce greenhouse emissions by at least 5% below 1990 levels by 2008-2012. 1997 Kyoto Conference on Climate Change formulated the Kyoto Protocol, committing industrial nations to reduce greenhouse emissions by at least 5% below 1990 levels by 2008-2012. 1998 Convention on Access to Information, Public Precipitation in Decision Making. 1998 Convention on Access to Information, Public Participation in Decision Making and Access to Justice in Environmental Matters. 2000 Increased Evidence of Global Warming in the Arctic, Failure of UN Government published Rural White Paper. 2001 Meteorological Office confirms 2001 to be the second warmest year on record in the UK, but 2002 soon takes over this accolade. 2002 Johannesburg Earth Summits September oil spillage from Prestige threatens coastline by tsunami which leaves 225,000 dead. 2005 massive destruction from Hurricane Katrina in New Orleans and Mississippi Delta. Montreal Conference on Environment December. 2005 massive destruction from Hurricane Katrina in New Orleans and Mississippi Delta. Montreal Conference on Environment December. 2006 new watchdog English Nature formed stern report published on economics of global warming. 2008 Climate Change Act in force in UK November. 2009 Copenhagen Conference. 2010 massive oil pollution in Gulf of Mexico, worst environmental disaster in US history. 2010 massive oil pollution in Gulf of Mexico, worst environmental disaster in US history. 2011 ഇനി നമുക്ക് പറയാനുള്ളത് ഗ്ലോസറി ഓഫ് എൻവയോൺമെന്റൽ ടേംസ്. അതിൽ ഫസ്റ്റ് വരുന്നത് ഗ്ലോസറി ഓഫ് എൻവയോൺമെന്റൽ ടേംസ്. ആസിഡ് റെയിൻ is a rain or any other form of precipitation that is unusually acidic, meaning that it possesses elevated levels of hydrogen ions (low pH). It can have harmful effects on plants, aquatic animals. And infrastructure through the process of wet deposition. Acid rain is caused by emissions of sulfur dioxide and nitrogen oxides, which react with the water molecules in the atmosphere to produce acids. ഇതും കൂടി നമ്മൾ പ്രത്യേകം എടുത്തു പറയണേ. ഇതിൽ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് നല്ലപോലെ വരാൻ സാധ്യതയുണ്ട്. ദയവേത് ക്ഷമിക്കുക, അഡ്വാൻസ്ഡ് ആയിട്ട് പറയാണ്. ഒന്നുകൂടി പറയാം. ആസിഡ് റെയിൻ is a rain or any other form of precipitation that is unusually acidic, meaning that it possesses elevated levels of hydrogen ions (low pH). It can have harmful effects on plants, aquatic animals and infrastructure through the process of wet deposition. Acid rain is caused by emissions sulfur dioxide. Acid rain is caused by emissions of sulfur dioxide and nitrogen oxides, which react with the water molecules in the atmosphere to produce acids. Acid rain is a rain or any other form of precipitation that is unusually acidic, meaning that it possesses elevated levels of hydrogen ions (low pH).
It can have harmful effects on plants, aquatic animals, and infrastructure through the process of wet deposition. Acid rain is caused by emissions of sulfur dioxide and nitrogen oxides, which react with the water molecules in the atmosphere to produce acids. ഇത് നമ്മൾ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. ടൈമില്ല, എന്നാലും നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് പറയണമെന്നുള്ളൂ. എന്റെ താല്പര്യത്തിന് ഞങ്ങൾ പറയണമെന്നുള്ളൂ. ഇനി നമുക്ക് അടുത്തത് പറയാനുള്ളത് ബയോ അക്യുമുലേഷൻ ദ ബിൽഡപ്പ് ഓഫ് പൊല്യൂട്ടൻസ് വിത്ത് ദ ടിഷ്യൂ ഓഫ് ആൻ ഓർഗാനിസം. ബയോഡൈവേഴ്സിറ്റി ഫ്രം ബയോളജിക്കൽ ഡൈവേഴ്സിറ്റി ദ വെറൈറ്റി ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് അബണ്ടൻസ് ഓഫ് പ്ലാന്റ്സ്, ആനിമൽസ് ആൻഡ് മൈക്രോ ഓർഗാനിസംസ് includes genetic, taxonomic and ecosystem components. അടുത്തത് ബയോഡൈവേഴ്സിറ്റി കൺവെൻഷൻ. Document agreed at the 1992 Earth Summit obliging signatories to prevent the depletion of biological resources. The USA was the only government not to sign. Biodiversity Convention. Document agreed at the 1992 Earth Summit obliging signatories to prevent the depletion of biological resources. The USA was the only government not to sign. അടുത്തത് ബ്ലൂ ഗ്രീൻ algae SEC cyanobacteria. Blue green algae SEC cyanobacteria. Carbon trading. A mechanism for reducing carbon dioxide emissions whereby industrial installations are allocated an individual emissions allowance. Any installation which emits more than its allocated allowance must buy credits from one which has emitted less, so establishing a market price for carbon emissions. Carcinogen, an agent that is capable of causing cancer in animals. At the chlorofluorocarbons CFCs, compounds composed of carbon, fluorine and chlorine. Compounds composed of carbon, fluorine and chlorine used in aerosol pollutants, refrigerants and packaging. Unstable in upper atmosphere and considered to be responsible for the destruction of ozone. Fluorocarbons are also powerful greenhouse gases. Fluorocarbons are also powerful greenhouse gases. അടുത്തത് CATIES ബ്രാക്കറ്റിൽ കൺവെൻഷൻ ഓൺ ഇന്റർനാഷണൽ ട്രേഡ് ഇൻ എൻഡേഞ്ചർഡ് സ്പീസീസ്. CATIES Convention on International Trade in Endangered Species. CATIES Convention on International Trade in Endangered Species. 1973 agreement prohibiting or restricting the international trade in species threatened with extinction. CATIES Convention on International Trade in Endangered Species. 1973 agreement prohibiting or restricting the international trade in species threatened with extinction. CATIES Convention on International Trade in Endangered Species. 1973 agreement prohibiting or restricting the international trade in species threatened with extinction. At the clone, CLONE. Clone, cells or organs which are genetically identical to each other. Conservation. 1. The control of human activities in order to maintain biodiversity and sustain ecological processes. 2. The management of natural resources in order to prevent their repletion. Conservation. 1. The control of human activities in order to maintain biodiversity and sustain ecological processes. 2. The management of natural resources in order to prevent their depletion. At the coral reef, a ridge on the seabed created by the gradual build-up of the calciferous skeleton of colonial coral, one of the most
Fertile ecosystems rich in biodiversity. Coral reefs are under treat from pollution and rising sea temperatures. Fertile ecosystems rich in biodiversity. Coral reefs are under treat from pollution and rising sea temperatures. അടുത്ത cyanobacteria ബ്രാക്കറ്റിൽ ബ്ലൂ ഗ്രീൻ algae. Cyanobacteria ബ്രാക്കറ്റിൽ ബ്ലൂ ഗ്രീൻ algae. Single celled organisms capable of photosynthesis, widely distributed in both salt and fresh water, can reproduce at high rates, forming huge blooms which may consume so much oxygen that other aquatic organisms die. Cyanobacteria bracket blue green algae. Single celled organisms capable of photosynthesis, widely distributed in both salt and fresh water, can reproduce at high rates, forming huge blooms which may consume so much oxygen that other aquatic organisms die. അടുത്തത് deforestation. The clearing of all trees and undergrowth from an area in order to harvest timber or develop land for other purposes. Deforestation can lead to soil erosion and may contribute to increasing levels of carbon dioxide in the atmosphere. അടുത്ത desertification. The conversion of arid or semi-arid land into desert. The conversion of arid or semi-arid land into desert caused by factors such as drought, overgrazing and overcultivation. ഇനി അടുത്തത് എർത്ത് സമ്മിറ്റ്, also known as the United Nations Conference on Environment and Development, bracketly UNCED, also known as the United Nations Conference on Environment and Development, bracketly UNCED. 178 heads of government met in Rio de Janeiro, Brazil in June 1992, discussed the environments, include the Rio Declaration, Conventions in Biodiversity and Climate Change, a Declaration on Sustainable Development and Agenda 21. അടുത്തത് ecology. The relationship between organisms, their interactions with the environment and the scientific study thereof. അടുത്തത് ecosystem. A community of living organisms, their non-living environment and the process by which they interact. അടുത്തത് ecotourism. Tourism with the particular purpose of visiting areas of unspoiled natural beauty which are rich in wildlife. Ecotourism. Tourism with the particular purpose of visiting areas of unspoiled natural beauty which are rich in wildlife. അടുത്തത് eco-warrior. A person prepared to take direct actions to prevent environmentally damaging activities. അടുത്തത് El Nino. A movement of warm water across the Pacific Ocean from east to west caused by a change in wind direction above the equator, bracketly southern oscillation. The two events are collectively referred to as ENSO, bracketly El Nino Southern Oscillation, bracketly ENSO result in unusually high temperatures along the east coast of South America for up to a year. It is thought to have important effects on global weather patterns. El Nino. A movement of warm water across the Pacific Ocean from east to west caused by a change in wind direction above the equator, bracketly southern oscillation. The two events are collectively referred to as ENSO, bracketly El Nino Southern Oscillation, bracketly ENSO result in unusually high temperatures along the east coast of South America for up to a year. It is thought to have important effects on global weather patterns. El Nino. A movement of warm water across the Pacific Ocean from east to west. A movement of warm water across the Pacific Ocean from east to west
caused by a change in wind direction above the equator bracket southern oscillation. The two events are collectively referred to as LENSO bracket ELNINO southern El Nino southern oscillation bracket ENSO result in unusually high temperatures along the east coast of South America for up to a year. It is thought to have important effects on global weather patterns. At the endangered species, a species that is likely to become extinct if the factors causing its decline are not addressed. At the environmental impact assessment, a prior evaluation of the environmental consequence of a human activity. At the eutrophication, the enrichment of a water body with nutrients, especially nitrogen and phosphorus. It can promote the growth of algae, subsequently leading to the deoxygenation of water, and the death of aquatic organism can occur naturally, but is commonly caused by slurry, sewage and fertilizers from agricultural land. Can occur naturally but is commonly caused by slurry, sewage and fertilizers from agricultural land. Spelling mistake ഉണ്ട്, ദയവായി ക്ഷമിക്കുക. അടുത്ത extinction, the destruction of all the members of a particular species, over harvesting and habitat loss are now the main cause of extinction. The destruction of all the members of a particular species, over harvesting and habitat loss are now the main causes of extinction. അടുത്തത് fertilizer, any substance that contains chemical elements essential for plant growth added to soil to increase fertility. At the food chain, a series of organisms linked to each other by their food requirements. A typical food chain would be green plant, herbivore, carnivore. At the fossil fuels extracted from the earth and derived from the remains of ancient organic material include coal, crude oil and natural gas. അടുത്തത് ഞാനിങ്ങനെ വായിക്കുമ്പോൾ തെറ്റ് വരുന്നതുകൊണ്ടാണ്, ദയവായി ക്ഷമിക്കുക. GAIA hypothesis. The theory proposed by James T. Lovelock, which considers the earth to be one organism that controls its own regulatory systems. At the genetic engineering, altering the DNA bracket genetic material of an organism to confer to specific characteristics upon it. Applications include the production of antibiotics and hormones, and improving the yield of crops. There is a concern over the environmental, ethical and safety implications of genetic engineering. At the global warming, human induced warming of the atmosphere caused by increased absorption of radiation by greenhouse gases. Global temperature has risen by 0.5 degrees Celsius since the start of the 20th century. If this trend continues, it could cause droughts, flooding, etc. അടുത്തത് green revaluation, a system of agriculture development instigated by the United Nations Food and Agriculture Organization (FAO). A system of agriculture development instigated by the United Nations Food and Agriculture Organization (FAO). Its key component
is the use of new crop varieties with improved yields, requiring high external inputs of water, pesticides and fertilizers. The use of these varieties increased food production by 2% per year between 1961 and 1980. അടുത്തത് ഗ്രീൻ ഹൗസ് എഫക്റ്റ്. The ability of the atmosphere to prevent the escape of the earth long wave radiation with the ability of the atmosphere to prevent the escape of the earth long wave radiation. Without the greenhouse effect, the temperature of the earth's surface would be 23 degrees Celsius. Over the past century, human emissions of greenhouse gases caused the phenomenon of increased global warming. Greenhouse effect. The ability of the atmosphere to prevent the escape of the earth long wave radiation. Without the greenhouse effect, the temperature of the earth's surface would be 23 degrees Celsius. Over the past century, human emissions of greenhouse gases has caused the phenomenon of increased global warming. അടുത്തത് greenhouse gases. Constituents of the earth atmosphere that absorb long wave radiation. Constituents of the earth atmosphere that absorb long wave radiation, thereby causing its temperature to increase. Fluorofluorocarbons (CFCs), carbon dioxide (CO2), water vapor methane (CH4), and nitrous oxide (N2O). Nitrous oxide (N2O) are all greenhouse gases. The combustion of fossil fuels and deforestation are thought to be cause of currently increasing CO2 levels. അടുത്തത് heavy metals with a high relative atomic weight such as lead, mercury and cadmium. They are often toxic and can accumulate in plant and animal tissues. അടുത്തത് keystone species. An organism, usually a large mammal, which plays an important role in ecological processes. The loss of a keystone species can threaten ecosystem integrity and cause the extinction of other species. അടുത്തത് മറൈൻ നേച്ചർ റിസർവ് ബ്രാക്കറ്റിൽ MNR. മറൈൻ നേച്ചർ റിസർവ് ബ്രാക്കറ്റിൽ MNR. Sea areas within terrestrial waters to conserve marine fauna, flora, etc. Lundy ഐലൻഡ് ബ്രാക്കറ്റിൽ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ദയവേത് ക്ഷമിക്കുക. ഇംഗ്ലണ്ട് ആൻഡ് സ്പോമർ ഐലൻഡ് ബ്രാക്കറ്റിൽ വെയിൽസ് ആർ എക്സാമ്പിൾസ്. അടുത്തത് ഓർഗാനിക് ഫാമിംഗ്. എ ഫോം ഓഫ് ഫാമിംഗ് ദാറ്റ് ഡസ് നോട്ട് യൂസ് ഇൻഡസ്ട്രിയലി പ്രൊഡ്യൂസ്ഡ് സിന്തറ്റിക് കെമിക്കൽസ് സച്ച് as pesticides, fertilizers, growth regulators or livestock feed additives. അടുത്ത PCBs, SEC, polychlorinated biphenyls. PCBs, SEC, polychlorinated biphenyls. സ്പെല്ലിംഗ് മിസ്റ്റേക്കിന്റെ ദയവേത് ക്ഷമിക്കണം. PCBs, SEC, polychlorinated biphenyls. PCBs, SEC, polychlorinated biphenyls. അടുത്തത് പെസ്റ്റിസൈഡ്സ് ആണ് പറയാനുള്ളത്. പെസ്റ്റിസൈഡ്സ്. A generic term for any substance used to reduce or eliminate pest organisms that compete with humans for resources. The most common pesticides are insecticides, herbicides, nematicides, rodenticides, and fungicides. They can be very simple elements such as copper or highly complex chemical compounds like DDT. Currently, about 1,000 pesticides are used globally. They have contributed to the increase in world food production and the reduction of some insect-borne diseases, but have also been responsible for the poisoning of humans and animals. Pesticides, a generic term for any substance used to reduce or eliminate pest
organisms that compete with humans for resources. The most common pesticides are insecticides, herbicides, nematicides, rodenticides, and fungicides. They can be very simple elements such as copper or highly complex chemical compounds like DDT. Currently, about 1,000 pesticides are used globally. They have contributed to the increasing world food production and the reduction of some insect-borne diseases, but have also been responsible for the poisoning of humans and animals. അടുത്തത് പൊല്യൂഷൻ ആണ് പറയാനുള്ളത്. പൊല്യൂഷൻ, the contamination of the environment with hazardous or undesirable substances. Radioactivity or noise generally refers to human activities. Although natural pollution can occur. Example, volcanic ash. Pollution, the contamination of the environment with hazardous or undesirable substances. Radioactivity or noise generally refers to human activities, although natural pollution can occur. Example, volcanic ash. ഇത് സ്പെല്ലിംഗ് മിസ്റ്റേക്കിന് ക്ഷമിക്കുക. ഇപ്പൊ നമ്മൾ ഈ പറഞ്ഞ ടോപ്പിക് പോളിക്ലോറിനേറ്റഡ് ബിഫൈൽസ് ബ്രാക്കറ്റിൽ PCBS. പോളിക്ലോറിനേറ്റഡ് ബിഫൈൽസ് ബ്രാക്കറ്റിൽ PCBS. പോളിക്ലോറിനേറ്റഡ് ബിഫൈൽസ് ബ്രാക്കറ്റിൽ PCBS. Very stable synthetic chemicals manufactured for insulation and lubrication purposes are toxic and persist in food chains. Their manufacture has been banned in many countries since the late 1970s. At the precautionary principle. A guide to policy making aiming for the prevention rather than cure of environmental damage. It recognizes that there is a degree of uncertainty in human interventions in ecological processes to prevent environmental crisis. The worst possible effect of an action should be anticipated. Lack of scientific certainty should not delay measures to protect the environment. Rainforest. അടുത്തത് rainforest, dense mainly evergreen forest which is found in area of high rainfall within the tropic. Rainforest, dense mainly evergreen forest which is found in areas of high rainfall within the tropic. Rainforests are highly complex ecosystems and contain as many as 30 million species of plants and animals. ഇനി പറയാനുള്ളത് റിന്യൂവബിൾ എനർജി generated from natural resources that are not depleted as a result. Energy sources include water, wind and the sun. അടുത്തത് Rio Declaration. 27 principles for sustainable development agreed at the 1992 Earth Summit. They include references to the eradication of poverty, the strengthening of environmental legislation, and the development of environmental impact assessment. Rio Declaration, 27 principles for sustainable development agreed at the 1992 Earth Summit. They include references to the eradication of poverty, the strengthening of environmental legislation, and the development of environmental impact assessment. At the soil erosion, the removal of topsoil by wind or water that exceeds the rate at which soil is being produced by weathering. The effect can be accelerated by human activities such as deforestation, poor land management, and overgrazing. Soil erosion, the movement of topsoil by wind or water that exceeds the rate at which soil is being produced by weathering. The effect can be accelerated by human activities such as deforestation. The effect can be accelerated by human activities such as deforestation, poor land management, and overgrazing. Soil erosion, the movement of topsoil by wind or water that exceeds the rate
at which soil is being produced by weathering. The effect can be accelerated by human activities such as deforestation, poor land management and overgrazing. അടുത്തത് ഇനി പറയുന്നത് സ്പെഷ്യൽ ഏരിയാസ് ഓഫ് കൺസർവേഷൻ ബ്രാക്കറ്റിൽ SAC. സ്പെഷ്യൽ ഏരിയാസ് ഓഫ് കൺസർവേഷൻ ബ്രാക്കറ്റിൽ SAC. These areas of environmental sites of importance have now replaced sites of special scientific interest. In Britain, they include woods brackets such as Windsor Forest and Great Park, mountains and moorlands and whole river systems. Special areas of conservation brackets SAC. These areas of environmental sites of importance have now replaced sites of special scientific interest. In Britain, they include woods brackets such as Windsor Forest and Great Park, mountains and moorlands and whole river systems. Special areas of conservation brackets SAC. These areas of environmental sites of importance have now replaced sites of special scientific interest. In Britain, they include woods brackets such as Windsor Forest and Great Park brackets, mountains and moorlands and whole river systems. ഈ ലാസ്റ്റ് വരുന്നതാണ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എ തിയറിറ്റിക്കൽ പ്രോസസ് ഓഫ് സോഷ്യൽ ആൻഡ് ഇക്കണോമിക് ചേഞ്ച് വിച്ച് മീറ്റ്സ് ദ നീഡ് ഓഫ് ദ present generation without compromising the ability of future generations to meet their own needs. It is based on the exploitation of renewable resources at levels that do not cause depletion. Sustainable development, a theoretical process of social and economic change which meets the needs of present generation without compromising the ability of future generations to meet their own needs. It is based on the exploitation of renewable resources at levels that do not cause depletion. Sustainable development, a theoretical process of social and economic change which meets the needs of the present generation without compromising ability of future generations to meet their own needs. It is based on the exploitation of renewable resources at levels that do not cause depletion. ഇനി നമുക്ക് പറയാനുള്ളത് ഇമ്പോർട്ടൻ്റ് അബ്രിവേഷൻസ് ആണ്. ഇത് നമ്മൾ അടുത്ത വീഡിയോയിൽ പറയാമെന്നാണ് വിചാരിക്കുന്നത്. കാരണം വെച്ചാൽ നമ്മുടെ മൈക്കിലെ ചാർജ് തീരാറായി. അത് കാരണം കൊണ്ട് നമുക്ക് ടൈം ഉണ്ടാവില്ല, ഫുള്ളായിട്ട് പറഞ്ഞ് അവസാനിപ്പിക്കാൻ പറ്റും തോന്നുന്നില്ല. അപ്പം അതുകൊണ്ട് നമുക്കിത് അടുത്ത വീഡിയോയിൽ പറയാം, ഇമ്പോർട്ടൻ്റ് അബ്രിവേഷൻസ്. ഞാൻ അടുത്ത വീഡിയോയിൽ പറയാവുന്ന ടോപ്പിക് കൂടി പറയാണ്. അതോടുകൂടി ചാപ്റ്റർ അവസാനിക്കുകയാണ്. ഷോർട്ട് നോട്ട്സ് ചാപ്റ്റർ 9 ഇമ്പോർട്ടൻ്റ് അബ്രിവേഷൻസും കൂടി അതിൽ വരുന്നുള്ളൂ. നമുക്ക് വേണമെങ്കിൽ ഇതും കൂടി പറയാം. എന്താ വെച്ചാൽ നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ പറയുന്ന ടോപ്പിക്സ് എന്ന് പറയാൻ മൊത്തം ക്വസ്റ്റ്യൻ പേപ്പറാണ്. അതായത് എങ്ങനെയും അഡ്ജസ്റ്റ് ചെയ്ത് പറയാൻ ശ്രമിച്ചു നോക്കാം. എന്തായാലും ഇതും കൂടിയല്ലേ ഉള്ളൂ. അപ്പോൾ പിന്നെ നമുക്ക് ഇത് മൊത്തം പറഞ്ഞ് അവസാനിപ്പിക്കുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്. എന്തായാലും കാരണം വെച്ചാൽ നമുക്ക് ഇനി മൊത്തം 1020 ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. ഇനി ക്വസ്റ്റ്യൻ ബാങ്ക് എന്ന് പറഞ്ഞിട്ട് 1020 ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. അതാണ് നമുക്ക് ഇനി പറയാനുള്ളത്. അപ്പൊ അതിൽ പ്രത്യേകിച്ച് ടോപ്പിക്കായിട്ട് നമുക്ക് പറയാനില്ല. 1020 ക്വസ്റ്റ്യൻസ് ആണ്. അത് നമ്മൾ ഇനി പ്രത്യേകിച്ച് ഇനി നമുക്ക് അടുത്ത ടോപ്പിക്കായിട്ട് പറയാമെന്ന് വെച്ചാൽ ഇനി നെക്സ്റ്റ് ചാപ്റ്റർ അങ്ങനായിരിക്കും. അത് ഞാൻ നോക്കിയിട്ടില്ല. എന്തായാലും ഇനി നമുക്കിത് പറയാം. എന്തായാലും ഇതുകൂടി പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം. ചാർജ് എന്തായാലും ഉണ്ടാവാൻ വഴിയില്ല. അവസാനിക്കാൻ ചാർജ് തീരാറായിട്ടുള്ള അവസ്ഥയിലേക്ക് ആയിക്കൊണ്ടിരിക്കുകയാണ്. ക്വസ്റ്റ്യൻ ബാങ്ക് ജസ്റ്റ് ഒന്ന് ഞാൻ വെറുതെ കാണിക്കുകയാണ്. എന്തായാലും ഇതൊക്കെയാണ് ക്വസ്റ്റ്യൻ ബാങ്ക്. ഇത് ഫുള്ളൊന്നും ഞാൻ പറയുന്നില്ല. ഞാൻ മോഡലൊന്ന് നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടി ഇതൊന്ന് ജസ്റ്റ് വീഡിയോയിലൊന്ന് ചെയ്യണമെന്നുള്ളൂ. എന്തുമാത്രം മനസ്സിലാവുന്ന അറിയില്ല. ഈ ടൈപ്പിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ഇനി അടുത്ത വീഡിയോയിലൊക്കെ പറയാനായിട്ടുള്ളത്. കണ്ടില്ലേ? ഇൻ ജനറൽ ബയോഡൈവേഴ്സിറ്റീസ്, ഇൻ ജനറൽ ദ മൂവ്മെന്റ് ടുവേർഡ് സസ്റ്റൈനബിലിറ്റീസ്, ഇൻ പ്ലാന്റ്സ്, മനസ്സിലായി കാണുന്നു വിചാരിക്കുന്നു. ചാർജ് ഇല്ല മൈക്കിൽ. എന്നാലും നമ്മൾ ഒന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവാന്ന് വിചാരിച്ചു. അപ്പൊ നമുക്ക് പറയാം ഇമ്പോർട്ടന്റ് അബ്രിവേഷൻസ് പറയാം. ഇമ്പോർട്ടന്റ് അബ്രിവേഷൻസ്: BAU ബിസിനസ് ആസ് യൂഷ്വൽ, BCM ബില്യൺ ക്യൂബിക് മീറ്റർ,
BTU ബ്രിട്ടീഷ് തെർമൽ യൂണിറ്റ്, CDM ക്ലീൻ ഡെവലപ്മെന്റ് മെക്കാനിസം, CO കാർബൺ മോണോക്സൈഡ്, CO2 കാർബൺ ഡയോക്സൈഡ്, CNG കംപ്രസ്ഡ് നാച്ചുറൽ ഗ്യാസ്, CPCB സെൻട്രൽ പൊല്യൂഷൻ കൺട്രോൾ ബോർഡ്, CPHEEO സെൻട്രൽ പബ്ലിക് ഹെൽത്ത് ആൻഡ് എൻവയോൺമെന്റൽ എഞ്ചിനീയറിംഗ് ഓർഗനൈസേഷൻ, CPHEEO സെൻട്രൽ പബ്ലിക് ഹെൽത്ത് ആൻഡ് എൻവയോൺമെന്റൽ എഞ്ചിനീയറിംഗ് ഓർഗനൈസേഷൻ, CSO സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓർഗനൈസേഷൻ, DB ബ്രാക്കറ്റിലെ വെയ്റ്റഡ് ഡെസിബൽസ്, DPCS ഡിസ്ട്രിക്ട് പ്ലാനിംഗ് കമ്മിറ്റീസ്, EIA എൻവയോൺമെന്റൽ ഇമ്പാക്ട് അസസ്മെന്റ്, FAO ഫുഡ് ആൻഡ് അഗ്രികൾച്ചർ ഓർഗനൈസേഷൻ, GDP ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്ടിവിറ്റി, GEDA ഗുജറാത്ത് എനർജി ഡെവലപ്മെന്റ് ഏജൻസി, GJT ജിഗാജോൾ പെർ ടൺ, GJT ജിഗാജോൾ പെർ ടൺ സ്പെല്ലിംഗ് മിസ്റ്റേക്കിന്റെ ദയവ് ക്ഷമിക്കുക, GW ഗിഗാവാട്ട്, ICIMOD ഇന്റർനാഷണൽ സെന്റർ ഫോർ ഇന്റഗ്രേറ്റഡ് മൗണ്ടൻ ഡെവലപ്മെന്റ്, IFPRE ഇന്റർനാഷണൽ ഫുഡ് പോളിസി റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, IIPS ഇന്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പോപ്പുലേഷൻ സയൻസ്, INP ഇന്ത്യൻ ന്യൂട്രീഷൻ പ്രൊഫൈൽ, IPCC ഇന്റർ ഗവൺമെന്റൽ പാനൽ ഓൺ ക്ലൈമറ്റ് ചേഞ്ച്, IIT ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി, KGOE കിലോഗ്രാം ഓയിൽ ഈക്വലന്റ്, IUCN ഇന്റർനാഷണൽ യൂണിയൻ ഫോർ കൺസർവേഷൻ ഓഫ് നേച്ചർ, LUCF ലാൻഡ് യൂസ് ചേഞ്ച് ആൻഡ് ഫോറസ്ട്രി. സോറി, നമ്മുടെ ക്യാമറയുടെ ക്ലാരിറ്റി പോയി. നമ്മളെന്തായാലും അടുത്ത വീഡിയോയിൽ തന്നെ പറയും. ഇമ്പോർട്ടന്റ് അബ്രിവേഷൻസ് നമ്മൾ അടുത്ത വീഡിയോയിൽ പറയും. പോരാത്തിന് മൈക്കില ചാർജ് ചെയ്യാൻ നേരത്തെ പറഞ്ഞു, ഏകദേശം തീരാറായ അവസ്ഥയിലേക്ക്. എന്നാലും നമ്മൾ പറയാൻ പറ്റുന്നതാണ് വിചാരിച്ചത്. എന്തായാലും കഴിഞ്ഞ വീഡിയോയിലും ക്യാമറയുടെ ക്ലാരിറ്റി പോയിരുന്നു, എന്താണെന്ന് അറിയില്ല. അപ്പൊ ദയവേത് ക്ഷമിക്കുക, വേറെ നിവർത്തിയില്ല. എന്തായാലും ഇനിയിപ്പോ നമ്മൾ അടുത്ത വീഡിയോയിൽ ഇത് മൊത്തം നമ്മൾ പറയും. ഇമ്പോർട്ടന്റ് അബ്രിവേഷൻസ് ഫസ്റ്റ് മുതൽ പറയും. എന്തായാലും കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ, അതിലെനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. അപ്പൊ നമ്മൾ ക്ലാസ്സിൽ സ്പെല്ലിംഗ് മിസ്റ്റേക്ക്, ക്ലാസ് മനസ്സിലാക്കാൻ പറ്റാത്ത അവസ്ഥ, എന്തെങ്കിലും തീരുള്ള തെറ്റുകൾ ഒക്കെ സംഭവിച്ചുകൊണ്ടുണ്ടെങ്കിൽ നമ്മൾ ആത്മാർത്ഥമായിട്ട് ഒരിക്കൽ കൂടി ക്ഷമ ചോദിക്കുന്നു. അതുപോലെ തന്നെ പിന്നെ നമുക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ ആരുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിനെ കുറിച്ചാണ്. ഈ ബുക്കിലെ പ്രധാനപ്പെട്ട കാര്യം, സിലബസ്, അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ റിലേറ്റഡ് ആയിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം ആരുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കും. അപ്പൊ ദയവ് ചെക്ക് ചെയ്ത് നോക്കണം. നമ്മൾ ഒരിക്കൽ കൂടി പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഈ വീഡിയോ നമ്മൾ എഡിറ്റ് ചെയ്യും, സോങ്സ് ഒക്കെ മിക്സ് ചെയ്ത് വീഡിയോ എഡിറ്റർ വെച്ച് എഡിറ്റ് ചെയ്യും. അപ്പൊ അതുകൊണ്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അതും നിങ്ങൾ ദയവേത് ക്ഷമിക്കണം. നമ്മൾ വീഡിയോ പോസ് ചെയ്താണ് എടുത്തേക്കുന്നത്. അതാണ് കുറെ സെന്റൻസ് റിപ്പീറ്റ് ചെയ്ത് പറയേണ്ടി വന്നിട്ടുണ്ട്. അപ്പൊ അതും ഞാൻ ഒരിക്കൽ കൂടി ക്ഷമ ചോദിക്കുന്നു, ആത്മാർത്ഥമായിട്ട് തന്നെ. നമുക്ക് നിവർത്തിയില്ല, നമ്മൾക്ക് ഇങ്ങനെ പോസ് ചെയ്ത് തന്നെ എടുക്കാൻ പറ്റുള്ളൂ. കുറെ നമ്മൾ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. പിന്നെ സ്പെല്ലിംഗ് മിസ്റ്റേക്കിനും കൂടി സ്പെഷ്യലി ഞാൻ ക്ഷമ ചോദിക്കുന്നുണ്ട്. സ്പെല്ലിംഗ് മിസ്റ്റേക്ക്, കാരണം ചില ഭാഗത്ത് സ്പെല്ലിംഗ് മിസ്റ്റേക്ക് വരാൻ സാധ്യതയുണ്ട് നല്ല രീതിയിൽ തന്നെ. നമ്മളതൊക്കെ പറഞ്ഞിരുന്നു. എന്തായാലും ഇപ്പൊ 2 വീഡിയോ നമ്മൾ ഒരു ദിവസം തന്നെയാണ് എടുത്തേക്കുന്നത്. 2 വീഡിയോയിൽ ഈ പറഞ്ഞ പോലെ തന്നെ ക്യാമറയുടെ ക്ലാരിറ്റിയും പോയി ലാസ്റ്റ് ഭാഗത്ത്. അപ്പൊ എല്ലാ പോരായ്മകളും തെറ്റുകളും ഒക്കെ അഡ്ജസ്റ്റ് ചെയ്യുക, ക്ഷമിക്കുക, അതുപോലെ തന്നെ സഹകരിക്കുക ദയവേത്. അത്ര നമുക്ക് പറയാനുള്ളൂ. അപ്പൊ നമ്മളിപ്പോ പറഞ്ഞുകൊണ്ടിരിക്കുന്ന വിഭാഗം ഇക്കോളജി ആൻഡ് ബയോഡൈവേഴ്സിറ്റി ഷോർട്ട് നോട്ട്സ് ആണ് പറയുന്നത്. അപ്പൊ നമ്മൾ പരമാവധി നമ്മൾ ക്യാമറയുടെ ക്ലാരിറ്റി ഒക്കെ നല്ല രീതിയിൽ മെച്ചപ്പെടുത്തി ചെയ്യാൻ ശ്രമിക്കുക എന്തായാലും. ഇപ്പൊ കുറെ വീഡിയോസ് ആയിട്ട് ഇങ്ങനെ വരുന്നുണ്ട്. അത് പരമാവധി നമ്മൾ റീസ്റ്റാർട്ട് ചെയ്തിട്ടൊക്കെയാണ് ചെയ്യുന്നതെങ്കിലും അതങ്ങോട്ട് അത്ര വിജയത്തിലോട്ടാവുന്നില്ല. അപ്പൊ നിങ്ങളുടെ സഹകരണം ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രതീക്ഷിക്കുന്നു എന്തായാലും. അപ്പൊ നല്ലൊരു CSCT എക്സാം എല്ലാവർക്കും ആശംസിക്കുന്നു. നല്ല വിജയകരമായിട്ടുള്ള CSCT എക്സാം ഒക്കെ എല്ലാവരുടെ ജീവിതത്തിൽ നടക്കട്ടെ. അപ്പൊ ആ CSCTക്ക് ടെൻഷൻ ഫ്രീ ആയിട്ട് പഠിക്കുക, താല്പര്യപ്പെട്ട് പഠിക്കുക CSCT എക്സാമിന് വേണ്ടി. അപ്പം എല്ലാവർക്കും ഹാവ് എ നൈസ് ഡേ. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു സോ മച്ച്.